നമ്മൾ രണ്ട് വാക്കുകൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഒന്ന് ഓംനി പ്രസന്റ്, ഓംനി പൊട്ടന്റ്. സർവ്വവ്യാപി, സർവശക്തൻ. സർവ്വവ്യാപി, സർവശക്തൻ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ അത് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചിത്രം എന്ന് പറയുന്നത് ഈശ്വരനാണ്, അല്ലെ? അരൂപിയായിട്ടുള്ള ഈശ്വരൻ. പല മതങ്ങളിലും ഈശ്വരനെ പല രീതിയിൽ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഏതോ ഒരു അദൃശ്യ ശക്തി നമ്മളെല്ലാം നയിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ നാഥനായിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് വളരെയധികം ലോകത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്ക് ഉള്ളത്. ആ അദൃശ്യ ശക്തി ഈശ്വരനാണ് എന്ന് നാം ധരിച്ചിരിക്കുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ യുഗത്തില് അദൃശ്യ ശക്തി ഇല്ലെങ്കിൽ അദൃശ്യമായിട്ടുള്ള ഒരു എന്താണ് ഒരു ശക്തി, അത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ്, അല്ലെ? സാങ്കേതിക വിദ്യ. സാങ്കേതിക വിദ്യ സത്യത്തിൽ നമുക്ക് കാണാനോ തൊടാനോ ഫീൽ ചെയ്യാനോ ഒന്നും അറിയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ, നാം ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, ഐപാഡ് തുടങ്ങിയ ഇത്തരം ഗാഡ്ജറ്റ്സുകളെല്ലാം തന്നെ ഈ സാങ്കേതിക വിദ്യയുടെ ബലത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ ഈ ഓംനി പൊട്ടന്റ് ആൻഡ് ഓംനി പ്രസന്റ് എന്ന് പറയുന്നത് ഇന്ന് സത്യത്തിൽ ഈ ഉപകരണങ്ങൾക്കും എല്ലാം ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണ്. അതിന് മുമ്പ് നമുക്ക് ആദ്യമായിട്ട് ഒരു കോട്ടിൽ തുടങ്ങാം. മാർക്ക് ട്വെയിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവരും അറിഞ്ഞിട്ടില്ലാത്തവരും ആരും ഉണ്ടാവില്ല. നമ്മുടെ തലമുറയിൽ ജനിച്ചവർക്കെല്ലാം തന്നെ മാർക്ക് ട്വെയിൻ, അദ്ദേഹം അമേരിക്കൻ സാഹിത്യത്തിന്റെ പിതാവെന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ രണ്ട് കൃതികൾ നമ്മൾ കുട്ടിക്കാലത്ത് വായിച്ചിട്ടുണ്ട്. എന്താണ് അഡ്വഞ്ചർ ഓഫ് ടോം സോയർ ആൻഡ് അഡ്വഞ്ചർ ഓഫ് ഹക്കിൾബെറി ഫിൻ, അല്ലെ? അതുപോലെ അദ്ദേഹത്തിന് ഒരുപാട് മറ്റു പുസ്തകങ്ങളുമുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു പ്രശസ്തമായ കോട്ട് ഇതാണ്: ഇറ്റ് ഈസ് നോട്ട് വാട്ട് യു ഡു നോട്ട് നോ ദാറ്റ് ഗെറ്റ്സ് യു ഇൻ ടു ട്രബിൾ, ഇറ്റ് ഈസ് വാട്ട് യു നോ ഫോർ ഷുവർ ദാറ്റ് ജസ്റ്റ് നോട്ട് സോ. എന്താണ് അതിന്റെ അർത്ഥം? ഇറ്റ് ഈസ് നോട്ട് വാട്ട് യു ഡോണ്ട് നോ ദാറ്റ് ഗെറ്റ്സ് യു ഇൻ ടു ട്രബിൾ. നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്, അല്ലെ? അതുകൊണ്ട് നാം ചെന്ന് ചാടുന്ന കുഴപ്പങ്ങൾ ഇല്ലാതെയല്ല, കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും അതിനേക്കാൾ നാം ശരിക്കും കുടുങ്ങിപ്പോകുന്ന അവസ്ഥ എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാം ശരിക്കും സത്യമാണ്, ശരിയാണ് എന്ന് ധരിച്ചിരുന്ന പല കാര്യങ്ങളും അങ്ങനെ അല്ല എന്നറിയുന്ന വേളയിൽ നാം പെട്ടിരിക്കുന്ന അപകടത്തെക്കുറിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അത് വളരെ അഗാധമായിട്ടുള്ള അപകടമായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ കോട്ടിനെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. തീർച്ചയായിട്ടും സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലും ഇത് അങ്ങേയറ്റം പ്രസക്തമായിട്ടുള്ള ഒരു കോട്ട് ആയതുകൊണ്ടാണ് ഇതിലൂടെ തുടങ്ങാമെന്ന് വിചാരിച്ചത്. ഇന്നത്തെ സബ്ജക്ട് ടെക്ഫുൾനെസ്. നമ്മുടെ ഉണ്ണികൃഷ്ണൻ സാർ ഇവിടെ എടുക്കാറുള്ള ഒരു സബ്ജക്റ്റാണ് മൈൻഡ്ഫുൾനെസ്, അല്ലെ? മൈൻഡ്ഫുൾനെസ് എന്നുള്ളത് മൈൻഡ് പ്ലസ് കമ്മ്യൂണിറ്റിക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. എന്താണ് മൈൻഡ്ഫുൾനെസ് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. മനോനിറവ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം, അല്ലെ? ടെക്ഫുൾനെസ് എന്ന് പറയുന്നത് ടെക്നോളജി പ്ലസ് മൈൻഡ്ഫുൾനെസ്, ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു വാക്കാണ് ടെക്ഫുൾനെസ്. ദ ഐഡിയ ഓഫ് ബീങ് മൈൻഡ്ഫുൾ അബൌട്ട് ടെക്നോളജി. നമ്മൾ ഒരു മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ഓരോ കാര്യത്തിലും നമ്മൾ മൈൻഡ്ഫുൾ ആകണം, മനോനിറവോടുകൂടി പ്രവർത്തിക്കണം എന്നുള്ളതാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ടെക്നോളജി ഉപയോഗിക്കുന്ന വേളയിൽ നാം മനോനിറവോടുകൂടിയാണോ, എന്താണ് മനസ്സിന്റെ പൂർണ്ണതയോടുകൂടിയാണോ നമ്മൾ അതിൽ ഇൻവോൾവ് ആകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാൻ വഴിയില്ല. 99% പേരും ടെക്നോളജിയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ എടുക്കുമ്പോൾ നമ്മൾ അതിൽ ശരിക്കും പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ ഊന്നിക്കൊണ്ടാണോ നാം അത് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇന്ന് നമുക്ക് എങ്ങനെയാണ് ശ്രദ്ധാപൂർണതയോടുകൂടി മനോനിറവോടുകൂടി നമ്മുടെ ടെക്നോളജിയെ, നമ്മുടെ സാങ്കേതിക വിദ്യയെ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിവിടെ ഇന്ന് ആലോചിക്കുന്നത്, അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നത്. The technology we rely on and the electric gadgets we use are much more than mere communication tools. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്, നാം ഉപയോഗിക്കുന്ന ഈ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് ഇത്യാദി ഗാഡ്ജറ്റ്സുകളെല്ലാം, ഇപ്പൊ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ സ്മാർട്ട് ഫോണോ ഇല്ലാത്തവരാരും തന്നെ മൈൻഡ് പ്ലസിന്റെ ഈ പുലർവേളയിൽ ഇരിക്കാൻ സാധിക്കില്ല, അല്ലെ? അപ്പൊ നമ്മളെല്ലാവരും അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു കമ്മ്യൂണിക്കേഷൻ ടൂൾ ആയിട്ടാണ് നമ്മൾ ബേസിക് ആയിട്ട് ധരിച്ചിരിക്കുന്നത്. ശരിയാണ്, അത് 100% ശരിയാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ തന്നെയാണ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. അവന് ആശയവിനിമയം നടത്താതെ ജീവിക്കാൻ സാധ്യമല്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആശയവിനിമയമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഗാഡ്ജറ്റ്സ് നമ്മളെ അതിനെ വളരെയധികം സഹായിക്കുന്നു. പണ്ടുകാലത്ത് നമുക്കറിയാം, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഒരു ദൂരെ ഇരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കണമെങ്കിൽ ട്രങ്ക് കോൾ ബുക്ക് ചെയ്യണം. അത് പല വീടുകളിലും വളരെ ദൂരെയുള്ള ആരുടെങ്കിലും ഒരു വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് മണിക്കൂർ കണക്കിന് ട്രങ്ക് കോൾ ബുക്ക് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. ലോകം മുഴുവൻ നമ്മുടെ വിരൽത്തുമ്പിലാണ് ഇരിക്കുന്നത്. മൊബൈൽ ഫോണിലൊന്ന് ഞെക്കിക്കഴിഞ്ഞാൽ അമേരിക്കയിൽ ഇരിക്കുന്ന സുനിത ബിബിനോട് എനിക്ക് സംസാരിക്കാൻ പറ്റും, ദുബായിൽ ഇരിക്കുന്ന വികാസിനോട് എനിക്ക് സംസാരിക്കാൻ പറ്റും. അത്ര ഈസി ആയിട്ടാണ്. അപ്പോൾ ടെക്നോളജി നമുക്ക് ഒരുപാട് ഉപകാരം തരുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഓഫ് കോഴ്സ് വളരെയധികം ഭംഗിയായിട്ട് ചെയ്യാൻ നമുക്ക് സാധ്യമാക്കുന്നുണ്ട്. പക്ഷേ ഈ ടെക്നോളജീസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്റ്റെൻഡഡ് മൈൻഡ് ആണ് എന്നുള്ളത് നമ്മളൊന്ന് അറിയണം. അതറിഞ്ഞാൽ മാത്രമേ സാങ്കേതിക വിദ്യ മനോനിറവോടുകൂടി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുകയുള്ളൂ. എന്താണ് ഈ എക്സ്റ്റെൻഡഡ് മൈൻഡ്? നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ വികാരങ്ങൾ, വിചാരങ്ങൾ, അതിനെ തുടർന്നുണ്ടാകുന്ന കർമ്മങ്ങൾ, ഇതല്ലേ? നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ 100,000 ചിന്തകളാണ് രാവിലെ ഉണർന്നെണീക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ഉണ്ടാകുന്നത്. ഈ ഇത്തരം ചിന്തകളിലെല്ലാം തന്നെ
അതിനോടൊപ്പം അതിന് അനുസൃതമായിട്ടുള്ള വികാരങ്ങൾ വരും. ഇത് രണ്ടും കൂടെ കൂട്ടിക്കലർത്തിയിട്ടുള്ള കർമ്മ കർമ്മ ചലനങ്ങളാണ് നാം കാട്ടുന്നത്. ഇതാണ് നമ്മുടെ പെരുമാറ്റ രീതി എന്ന് പറയുന്നത്. അപ്പോ ഇതിപ്പോ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ഭൂലോകത്താണ് ജീവിക്കുന്നതെങ്കിലും എന്താണ് പ്ലാനറ്റിലെ പല പല ലോകങ്ങളുണ്ട് എന്ന് നമ്മൾ പുരാണത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. നമുക്കിപ്പോ കാണാൻ പറ്റുന്ന രണ്ട് ലോകം എന്ന് പറയുന്നത് ഓഫ്ലൈൻ വേൾഡ് ആൻഡ് ഓൺലൈൻ വേൾഡ് ആണ്. വെർച്വൽ വേൾഡും റിയൽ വേൾഡുമാണ് അല്ലെ. വെർച്വൽ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ശൃംഖലകൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഭാവനാ ലോകം, ഒരു സാങ്കല്പിക ലോകം, ഒരു അവാസ്തവികമായിട്ടുള്ള ലോകമാണ് എക്സ്റ്റൻഡഡ് വെർച്വൽ വേൾഡ് എന്ന് പറയുന്നത്. അപ്പൊ സത്യത്തിൽ നമ്മൾ ഓഫ്ലൈൻ വേൾഡിൽ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ന് നമ്മൾ ജീവിക്കുന്നത്, സമയം ചെലവാക്കുന്നത് എവിടെയാണ്? ഓൺലൈൻ വേൾഡിലാണ്. ജോലിയാകട്ടെ, പഠനമാകട്ടെ, സോഷ്യൽ ആക്ടിവിറ്റീസ് ആകട്ടെ, ഫൺ ആകട്ടെ, ഗെയിംസ് ആകട്ടെ, എന്തിനും നമ്മൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് സാങ്കേതിക വിദ്യയാണ് അല്ലെ. ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് വിവര സാങ്കേതിക വിദ്യ എന്ന് പറയും. വിവര സാങ്കേതിക വിദ്യ ഇൻഫർമേഷൻ ഹൈവേ ആണെന്നും പറയാറുണ്ട് അല്ലെ. അപ്പൊ എക്സ്റ്റൻഡഡ് മൈൻഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഗാഡ്ജറ്റും, മൊബൈൽ ഫോണും നമ്മുടെ മൈൻഡിന്റെ പ്രതിഫലനമാണ്. അതെവിടെയാണ് കൊണ്ടുവരുന്നത്? ഈ അവാസ്തവിക ലോകത്തിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ബോധവാനാകണം. അതാണ് ആദ്യത്തെ പടി. മനോനിറവോടെ സാങ്കേതിക വിദ്യയെ കൈകാര്യം ചെയ്യുന്നതിന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് അതാണ്. ഇനി കാറ്റഗറീസ് ഓഫ് ടെക്നോളജി യൂസേഴ്സിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ആദ്യത്തെ ആൾക്കാരെന്ന് പറയുന്നത് ഓപ്റ്റിമിസ്റ്റ്. നമുക്കറിയാം, ശുഭാപ്തി വിശ്വാസം, സാങ്കേതിക വിദ്യ നല്ല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക, സാങ്കേതിക വിദ്യ കൊണ്ടുവരുന്ന മെച്ചങ്ങളെ കുറിച്ച് മാത്രം നോക്കി കാണുകയും അതിനനുസരിച്ചിട്ട് അവ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട്. പക്ഷേ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ തുലവും കുറവാണ്. രണ്ടാമത്തത് പെസിമിസ്റ്റ്. പെസിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ അശുഭാപ്തി വിശ്വാസക്കാർ അല്ലെ, ശുഭാപ്തി വിശ്വാസത്തിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ അവര് കരുതുന്നത് ഈ ടെക്നോളജി, സാങ്കേതിക വിദ്യ, എസ്പെഷ്യലി ഇന്റർനെറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മനുഷ്യനെ അധപതിപ്പിക്കുന്ന, മനുഷ്യനെ വഴിതെറ്റിപ്പിക്കുന്ന ഒരു സംഗതിയാണ് എന്നുള്ളത് അവർ കരുതുന്നു. ഇത് രണ്ടും ശരിയല്ല. രണ്ടിന്റെയും മധ്യത്തിലുള്ള ഒരു അപ്രോച്ച് ആയിരിക്കണം നമുക്ക് വേണ്ടത്. അതാണ് റിയലിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. റിയലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കാര്യങ്ങളെ വീക്ഷിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് റിയലിസ്റ്റിക് എന്ന് പറയുന്നത്, റിയലിസ്റ്റിക് വ്യൂ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത് ടെക്നോളജിയിലും ഇത്തരത്തിൽ നമുക്ക് മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും. ഇനി നമ്മൾ ഇന്റർനെറ്റിന്റെ ചരിത്രം വായിച്ചിട്ടുള്ളവർക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റും, അമേരിക്കയിലാണ് ഇന്റർനെറ്റ് കണ്ടുപിടിച്ചത്. അമേരിക്കൻ മിലിറ്ററിയാണ് ആദ്യം ഈ ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ ശൃംഖലകളെ, അമേരിക്കയുടെ പട്ടാളത്തിന്റെ വിവിധ യൂണിറ്റുകളിലെ കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് തുടങ്ങിയത്. അപ്പൊ അതൊക്കെ US ഗവൺമെന്റ് പകർത്തി. അതിനുശേഷം അത് കമേഴ്സ്യലൈസേഷൻ ആയി കഴിഞ്ഞു. കമേഴ്സ്യലൈസേഷൻ ആയതോടുകൂടി എന്ത് പറ്റി? അതിന്റെ വലിയ ഓർഗനൈസേഷൻസ് ആണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പൊ അവര് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ ബിസിനസ് ആണ് ലക്ഷ്യമിടുന്നത്, പ്രോഫിറ്റ് ആണ് അവർ ലക്ഷ്യമിടുന്നത് അല്ലെ. ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കും സമൂഹത്തിന് ഉതകുന്ന സർവീസസോ പ്രൊഡക്റ്റോ കൊടുത്തിട്ട് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇന്റർനെറ്റ് ലോകം മുഴുവൻ വ്യാപിച്ചു. ഇതാണ് ഇന്റർനെറ്റ് ബേസിക്കലി നമ്മുടെ ഒരു കമ്പ്യൂട്ടർ ശൃംഖല. ആയിരക്കണക്കിന് കോടിക്കണക്കിന് കമ്പ്യൂട്ടറുകളെ കോർത്തിണക്കിയിരിക്കുന്ന ഒരു ശൃംഖലയാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്, എനിക്ക് അമേരിക്കയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് വളരെ ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന് ആദ്യമായിട്ട് നമ്മൾ ഏതൊരു സാധനത്തിന് നമ്മൾ കാശ് കൊടുക്കണം അല്ലെ. നമ്മൾ കടയിൽ പോയിട്ട് ഒരു സാധനം മേടിക്കണം എന്നുണ്ടെങ്കിൽ കാശ് കൊടുക്കാതെ സാധനം കിട്ടില്ല. അപ്പൊ അതുപോലെ ഇതിന് നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന നമ്മൾ കൊടുക്കേണ്ട കാശ് എന്താണ്? ഓഫ് കോഴ്സ് നമ്മൾ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിന് കൊടുക്കുന്നുണ്ട്. അവർ നൽകുന്ന ഇപ്പൊ ഹാത്വേ അല്ലെങ്കിൽ എയർടെൽ എന്നൊക്കെ പറയുന്ന സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അവർ നൽകുന്ന സർവീസസിന് നമ്മൾ വേറെ കാശ് കൊടുക്കുന്നുണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നാം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വിലയേറിയ രണ്ട് സമ്പത്തുകളാണ് നാം കൊടുക്കുന്നത്. ഒന്നാമത്തെ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ സമയം, രണ്ടാമത്തത് നമ്മുടെ ശ്രദ്ധ. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അറ്റൻഷൻ ഇക്കോണമിയിലാണ്. അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ കമേഴ്സ്യൽ ഓർഗനൈസേഷൻസ് ഇന്റർനെറ്റ് കൈകാടാക്കിയതോട് കൂടി അവരുടെ ലക്ഷ്യം ബിസിനസ്സും പ്രോഫിറ്റുമാണ്. അപ്പൊ അവർക്ക് വേണ്ടത് എന്താണ്? ഓൺലൈൻ വേൾഡിൽ എന്താണ് അവർക്ക് ആവശ്യം? നമ്മുടെ അറ്റൻഷനാണ് ആവശ്യം. അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എൻഗേജ് ചെയ്യിക്കുക. എൻഗേജ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കണക്ട് ചെയ്യിക്കുക. ഏത് സമയവും നമ്മളെ കണക്റ്റഡ് ആയിട്ടിരിക്കുക. ഒരു ഉദാഹരണം പറയാം. ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഇന്റർനെറ്റിലേക്ക് ലോഗിൻ ചെയ്തു, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു, അല്പസമയം കൊണ്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ആ ബുക്ക് ചെയ്യുന്ന വേളയിൽ അതിന്റെ സൈഡിൽ 100,000 പരസ്യങ്ങൾ കാണുന്നുണ്ട് അല്ലെ. മിന്ത്രയുടെ പരസ്യം വന്നു, അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തു, അതിൽ കയറി പല എന്താണ് നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പല പ്രോഡക്ട്സിന്റെ വിൻഡോ ഷോപ്പിംഗ് നടത്തി, ഇല്ലെങ്കിൽ ചിലപ്പോൾ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോഴത്തേക്കാണ് ഒരു നോട്ടിഫിക്കേഷൻ പൊങ്ങി വരുന്നത്. ഒരു ഫ്രണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എന്തോ പോസ്റ്റ് ചെയ്തു, ഇല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എന്തോ പോസ്റ്റ് ചെയ്തു, ഉടനെ അങ്ങോട്ടേക്ക് ചാടി. അവസാനം 8 മണിക്ക് ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കയറി, ഞാൻ 11 മണിയായപ്പോഴത്തേക്കും ഇൻസ്റ്റാഗ്രാമിലെ രണ്ട് പൂച്ചകൾ തമ്മിലുള്ള ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കുക. നമ്മുടെ ശ്രദ്ധയും നമ്മുടെ സമയവും ഇത് രണ്ടും കവർന്നെടുത്തു. ആരാണ് കവർന്നെടുത്തത്? ഇന്റർനെറ്റ് എന്ന് നമുക്ക് പറയാം, പക്ഷെ യഥാർത്ഥത്തിൽ ഇന്റർനെറ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. അവർ കാണിച്ച ലിങ്കിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്തു. അപ്പൊ ആരാണ് കുറ്റക്കാരൻ? ഞാനും നിങ്ങളുമാണ് അല്ലെ. ഈ ഒരു സംഗതി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. എക്സ്പെക്ടേഷൻ ആൻഡ് റിയാലിറ്റി. നമുക്ക് എല്ലാ കാര്യത്തെ കുറിച്ചും ഒരു എക്സ്പെക്ടേഷൻ, ഒരു പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം. അപ്പൊ ഇന്റർനെറ്റിനെ കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്?
നമ്മുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് ഒരു ഉത്തമ സുഹൃത്താണ്, നമുക്ക് വേണ്ടുന്ന ഒരു സഹായിയാണ്. ഒന്ന്. രണ്ട്, നമ്മളുടെ ഒരു ജീവിതം ലളിത സുന്ദര മനോഹരമാക്കി മാറ്റുന്നു. മൂന്ന്, കർമ്മ വൈദഗ്ധ്യം നമുക്ക് നൽകുന്നു. നാല്, ഓവറോൾ വെൽബീയിങ് ആൻഡ് പ്രോഗ്രസ്, നമ്മുടെ എല്ലാ ഉന്നമനവും, നമ്മുടെ ആകെ മൊത്തത്തിലുള്ള ഉന്നമനവും പുരോഗതിയും നമുക്ക് നൽകുന്നു. അഞ്ചാമത്, പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നു. പക്ഷെ യാഥാർത്ഥ്യം ഇതാണോ? പ്രൊഡക്ടിവിറ്റി കൂട്ടുകയാണോ ചെയ്യുന്നത്? അല്ല. നമ്മളെ കൂടുതലും ലേസിനെസ്സിലേക്ക്, ലെത്താർജിയിലേക്ക് നീക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നമ്മൾ ചെയ്യേണ്ട സമയം, നമ്മൾ ഓഫീസിൽ ഇരിക്കുമ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് സർഫ് ചെയ്യാന്ന് പറഞ്ഞ് കയറി കഴിഞ്ഞാൽ ഇറങ്ങുമ്പോഴത്തേക്കും 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അവിടെ പ്രൊഡക്ടിവിറ്റി നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓവറോൾ വെൽബീയിങ്, നമ്മൾ ഈ ഒരു കൗച്ച് പൊട്ടറ്റോ എന്ന് എപ്പോഴും നമ്മൾ ആ ഒരു വാക്ക് കേട്ടിട്ടുണ്ട് അല്ലെ? ഒരു ഉരുളക്കിഴങ്ങിന്റെ രൂപത്തിലായിരിക്കും. ഇന്നത്തെ അമേരിക്കയിലാണ് പണ്ട് കാലത്ത് ഒബേസിറ്റി അങ്ങേയറ്റം ഉണ്ടായിരുന്നത്. ഇന്ന് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുപോലെ തന്നെ അതിനെ തുടർന്ന് ഉണ്ടാകുന്ന മറ്റു രോഗങ്ങൾക്കും എല്ലാം ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ ഈ അശ്രദ്ധയോടുകൂടിയുള്ള സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെ എന്താണ്, ഉത്തമ സുഹൃത്താണെന്ന് പറഞ്ഞു. ഉത്തമ സുഹൃത്താണോ? അല്ല. നമ്മുടെ ഏറ്റവും എന്താണ്, വലിയ ശത്രുവാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ വസിക്കുന്ന വലിയ ശത്രുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശ്രദ്ധയെയും സമയത്തെയും കാർന്നു തിന്നുന്ന ഒരു അർബുദം പോലെയാണ്, അല്ലെങ്കിൽ ഒരു ഡയബറ്റീസ്, സൈലന്റ് കില്ലർ എന്ന് പറയും അല്ലെ? അത് തന്നെയാണ് സാങ്കേതിക വിദ്യ. എങ്ങനെ ബോധപൂർവ്വം മനോനിറവോടുകൂടി കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ലളിത സുന്ദരമാക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ കർമ്മ വൈദഗ്ധ്യം നൽകുന്നു എന്ന് പറയുന്നു. ഇതൊന്നും ശരിയല്ല. കർമ്മ വൈദഗ്ധ്യം നൽകുന്നുണ്ടോ? വൈദഗ്ധ്യം നൽകുന്നുണ്ടോ? ഭാഗികമായിട്ട് ശരിയാണ്. പക്ഷേ നമ്മൾ നേരത്തെ 8 മണിക്കൂർ കൊണ്ട് ചെയ്തിരുന്ന ഒരു പ്രവൃത്തി ഇന്ന് നമുക്ക് 3 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റും. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഓഫീസിൽ നിന്ന് വീട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് ബോസിന്റെ വിളി വരും, ഇല്ലെങ്കിൽ ടീംമേറ്റിന്റെ വിളി വരും, ഇല്ലെങ്കിൽ ജൂനിയറുടെ വിളി വരും. എന്താണ്? അയാൾക്ക് അറിയേണ്ടത് പല കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ സമയം അവിടെ നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ എക്സ്റ്റൻഡഡ് ടൈം, 8 മണിക്കൂർ ജോലി എന്നുള്ളത് വാസ്തവത്തിൽ 16 മണിക്കൂർ ആകും. ഇന്നത്തെ ഈ അറ്റൻഷൻ സീക്കിംഗ് എക്കോണമിയിൽ ഏറ്റവും വലിയ നാം കോമ്പീറ്റ് ചെയ്യുന്ന ആരോടാണ്? നമ്മുടെ ഉറക്കത്തോടാണ്, നമ്മുടെ ആരോഗ്യത്തോടാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ഉറക്കം, സത്യത്തിൽ ഇപ്പോൾ എന്റെ മോള് അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാണ്. അപ്പൊ അവള് 10 മണി കഴിഞ്ഞിട്ടാണ് ഓഫീസിൽ നിന്ന് വരുന്നത്. 10 മണി കഴിഞ്ഞിട്ട് ഇവിടെ രാത്രി ഫോൺ ചെയ്ത് കഴിയുമ്പോഴും അവൾക്ക് പല അസൈൻമെന്റ്സും തീർക്കാനുണ്ട്. രാത്രി 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴാണ് ആ കുട്ടി ഉറങ്ങാൻ പോകുന്നത്. ഇത് എന്റെ മകളുടെ കാര്യം മാത്രമല്ല, ഒരുപാട് പേരുടെ, എസ്പെഷ്യലി ഇന്നത്തെ യങ് തലമുറ, അവരുടെ എല്ലാം ജീവിതം ഇത്തരത്തിലായി കഴിഞ്ഞു. ഉറക്കം അവർക്ക് കുറവാണ്. ഉറക്കം കുറവുന്നതനുസരിച്ച് അതിനുള്ള രോഗങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. 8 മണിക്കൂർ ഉറക്കം വേണം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. 8 മണിക്കൂർ പോയിട്ട് 4 മണിക്കൂർ പോലും ഡീപ് സ്ലീപ്പ് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. പോൾ ന്യൂപോർട്ട്, അദ്ദേഹത്തെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ബുക്കാണ് ഡീപ് വർക്ക് എന്ന് പറയുന്നത്. അതുപോലെ അദ്ദേഹം ഡിജിറ്റൽ മിനിമലിസം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരികയും അതിനെക്കുറിച്ച് ഒരുപാട് ആർട്ടിക്കിൾസ് എഴുതുകയും പുസ്തകം എഴുതുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ദ കീ ടു ഡിജിറ്റൽ മിനിമലിസം ഈസ് യൂസിംഗ് ടെക്നോളജി ടു സപ്പോർട്ട് യുവർ ഗോൾസ് ആൻഡ് വാല്യൂസ് റാദർ ദാൻ ലെറ്റിംഗ് ടെക്നോളജി യൂസ് യു. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശുഭപ്രതീക്ഷയാണുള്ളത് അല്ലെ? ആ ശുഭപ്രതീക്ഷയിൽ ടെക്നോളജി നമ്മുടെ ഉത്തമ സുഹൃത്താകും എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രുവായി മാറുകയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ടെക്നോളജി നമ്മളെ കൈയടക്കാൻ പാടില്ല. വി ഷുഡ് ബി ദ മാസ്റ്റർ ഓഫ് ടെക്നോളജി ആൻഡ് ടെക്നോളജി ഷുഡ് ബി അവർ സർവന്റ്. ഇത് നമ്മൾ എപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കുക. നമ്മൾ ഒരിക്കലും ഒരു ടെക് അഡിക്റ്റോ അല്ലെങ്കിൽ ടെക് ഫോബോ ആകരുത്. neither a tech phobe or nor a tech addict. ടെക് ഫോബ് എന്ന് പറഞ്ഞാൽ ടെക്നോളജി പേടിച്ചിരുന്നുകൊണ്ട് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല. എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എത്ര പ്രായമായിട്ടും ഇന്ന് ഒരു 2 വയസ്സായി കണ്ണിനും കാതിനും കാഴ്ചയും ഉറപ്പിൽ കേൾക്കാനുള്ള ശക്തിയെല്ലാം വരുന്ന ഒരു കുഞ്ഞു പോലും മൊബൈൽ ഫോൺ വെച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ കാണാറുണ്ട് പല വീടുകളിൽ ചെല്ലുമ്പോഴും. അതിനെല്ലാം സത്യത്തിൽ അമ്മമാർക്കും അച്ഛന്മാർക്കും ഇതിനെല്ലാം ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. അവർക്ക് അടുക്കളയിൽ ജോലിയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ടി വി സീരിയൽ കാണുമ്പോൾ കുഞ്ഞ് ശല്യപ്പെടുത്താതിരിക്കാൻ കുഞ്ഞിന്റെ മൊബൈൽ ഫോൺ കൊടുക്കുന്നു. അതുപോലെ തന്നെ വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോം നടത്തുന്ന അമ്മയോ അച്ഛനോ ഒക്കെ ആണെങ്കിൽ അതും കുട്ടി വന്ന് ശല്യപ്പെടുത്താതിരിക്കാനായിട്ട് മൊബൈൽ ഫോൺ കൊടുക്കുന്നു. ഇതുമൂലം എന്താ സംഭവിക്കുന്നത്? കുട്ടി മൊബൈൽ ഫോണിന്റെ അഡിക്റ്റ് ആയിട്ട് മാറുന്നു. ഇന്ന് എസ്പെഷ്യലി കോളേജ് തലത്തിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ സ്കൂൾ തലത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ വളരെയധികം രോഗങ്ങൾ ഇതുമൂലം ഉണ്ടാകുന്നുണ്ട്. മാനസിക പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് കൺസൾട്ടൻസിന്റെ ബിസിനസ് വളരെയധികം കൂടുന്നുമുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മൾ നെയ്തർ വി നീഡ് എ ടെക് ഫോർ നോർ എ ടെക് അഡിക്റ്റ്, അതും മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ നമ്മൾ വാസ്തവത്തിൽ അറിയേണ്ടത് പർപ്പസ് എന്താണ്. ഈ ഈ ഒരു ചർച്ച കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പർപ്പസ് എന്താണ്? ഒന്നാമത്തെ കാര്യം, വി ആർ ഇൻ എ ടോക്സിക് റിലേഷൻഷിപ്പ് വിത്ത് ടെക്നോളജി എന്നുള്ള മനസ്സിലാക്കുക. വിഷലിപ്തമായിട്ടുള്ള ഒരു ബന്ധമാണ് നാം സത്യത്തിൽ നമ്മുടെ നാം കൈകാര്യം ചെയ്യുന്ന സാങ്കേതിക വിദ്യയുമായിട്ട് പുലർത്തുന്നത് എന്നുള്ളതിനെ കുറിച്ച് ആദ്യമായിട്ട് ബോധവാനാവുക. രണ്ടാമത്, അവർ കോ ഡിപെൻഡൻസ് ഓൺ ടെക്നോളജി ഇസ് ടു ബി ട്രീറ്റഡ് ആസ് ആൻ അറ്റൻഷൻ ആസ് വെൽ ആസ് പ്രൈവസി പ്രോബ്ലം. നമ്മൾ ഇത് ശരിക്കും മനസ്സിലാക്കണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്റർനെറ്റിന്റെ കറൻസി എന്ന് പറയുന്നത് നമ്മുടെ അറ്റൻഷനാണ്, നമ്മുടെ ശ്രദ്ധയാണ്.
അപ്പൊ ആ കറൻസി അതാകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇന്റർനെറ്റിന്റെ പവർ എന്ന് പറയുന്നത്, ഇന്റർനെറ്റിന്റെ ചാലക ശക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെട്രോൾ, ഇന്ധനം, ഫ്യൂവൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡേറ്റയാണ്. ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓരോ ക്ലിക്കും നാം ഓൺലൈൻ വേൾഡിൽ കയറിയിട്ട് ചെയ്യുന്ന ഓരോ ക്ലിക്കും ഒരു നമ്മളെ കുറിച്ചുള്ള ഒരു വിവരം, ഒരു അറിവ് ഇന്റർനെറ്റിലേക്ക്, ഭാവനാ ലോകത്തിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ, ബോധപൂർവമോ അല്ലാതെയോ, നല്ല ഉദ്ദേശത്തോടു കൂടിയോ ദുരുദ്ദേശത്തോടു കൂടിയോ. ഇന്നിപ്പോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോയാൽ, പണ്ട് കാലത്ത് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഇടയിൽ പോലും മുതിർന്നവരും പ്രായം കുറഞ്ഞവരും തമ്മിൽ വ്യത്യാസപൂർവ്വം ചർച്ച ചെയ്യപ്പെടുന്ന പല സംഗതികളും ഓപ്പൺ ആയിട്ട് ചർച്ച ചെയ്യാൻ ആർക്കും ഒരു മടിയുമില്ല. അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളൊന്ന് എന്താണ് ഫാമിലി കോർട്ടിലേക്ക് പോയി നോക്കിയാൽ അറിയാൻ പറ്റും. അത്രമാത്രം രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധികളാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മുടെ പ്രൈവസി എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ക്ലിക്കിലൂടെയും നാം നമ്മെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കയറി കഴിയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ സർഫ് ചെയ്തിരുന്നത് വെച്ചിട്ട് എന്റെ ടേസ്റ്റ് എന്തൊക്കെയാണ്, ഞാൻ എന്തൊക്കെയാണ് ലൈക്ക് ചെയ്യുന്നത്, ഞാൻ ഏതൊക്കെ സൈറ്റിലേക്കാണ് പോകുന്നത്, ഞാൻ എന്താണ് സാധാരണ സെർച്ച് ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഇതെല്ലാം തന്നെ എന്നെക്കാൾ വ്യക്തമായിട്ട് ഇന്റർനെറ്റിന് അറിയാം. അപ്പൊ അതിന് അനുയോജ്യമായിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് എന്റെ വാലായിട്ട് എന്റെ പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു ലിങ്കിൽ നിന്നും ചാടി ഞാൻ മറ്റൊരു ലിങ്കിലേക്ക് പോകുന്നത്. ഞാൻ നേരത്തെ മൊബൈൽ നോക്കിയ ഒരു സംഗതിയുടെ ബാക്കി പത്രമായിട്ടാണ് ഞാൻ കമ്പ്യൂട്ടറിൽ ഇരിക്കുമ്പോഴത്തേക്കും എന്റെ മുന്നിൽ വരുന്ന അഡ്വർടൈസ്മെന്റ്. നിങ്ങൾ എല്ലാവരും അത് നോട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ? എങ്ങനെ സംഭവിക്കുന്നു? ഇതെല്ലാം ഈ ഗൂഗിളിന്റെ ബിസിനസ്സിന് ഗൂഗിൾ ഇത്രയും വിവരം തരുന്നു, ഗൂഗിൾ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നതൊന്നുമല്ല. നമ്മുടെ ഓരോ ക്ലിക്കും അവരുടെ കിറ്റിയിൽ കാശ് വീഴുന്നതാണ്. ഇത് നാം മനസ്സിലാക്കി. ഇത് ഗൂഗിളിന് മാത്രമല്ല, എല്ലാ ഈ ഇന്റർനെറ്റിൽ നടത്തുന്ന ബിസിനസ്സുകളുടെ എല്ലാം ഈ ഡേറ്റ കളക്ഷൻ ആണ്. ഡേറ്റ കളക്ഷൻ, ഡേറ്റ മൈനിങ് ആണ് അതിന്റെ പ്രധാനപ്പെട്ടത്. നമ്മുടെ കേരളത്തിൽ ഈയിടെ ഉണ്ടായിട്ടുള്ള കുംഭകോണം എല്ലാം അറിയാമല്ലോ. ഡേറ്റ വിറ്റിട്ട് കാശ് ഉണ്ടാക്കുന്നത്. ഗവൺമെന്റ് പോലും, അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിൽ പോലും ഇത്തരം അനധികൃതമായിട്ടുള്ള നടപടികൾ ഇടപഴകുകയാണ്. ഇന്റഗ്രേറ്റിംഗ് ടെക്നോളജി ഇൻ അവർ ലൈഫ് ടു ഹെൽപ്പ് us അച്ചീവ് വാട്ട് വി വാണ്ട്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ടെക്നോളജി ഓഫ് കോഴ്സ് വേണം, നമുക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. പക്ഷേ വി നീഡ് ടു ഇന്റഗ്രേറ്റ് ഇറ്റ് ഇൻ അവർ ലൈഫ് സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് എൻ അഡീഷൻ, വാല്യൂ അഡീഷൻ ടു അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിന്റെ ലളിത സുന്ദരമാക്കാനും ജീവിതത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടുമായിരിക്കണം അത് ഉപയോഗിക്കേണ്ടത്. നമ്മളെ മനോരോഗിയാക്കി മാറ്റുന്ന, നമ്മൾക്ക് ചിത്തഭ്രമം ഉണ്ടാക്കുന്ന, ഇല്ലെങ്കിൽ നമ്മളെ ഒരു കൗച്ച് പൊട്ടറ്റോ ആക്കി മാറ്റുന്ന രീതിയിൽ നാം അഡിക്റ്റഡ് ആകാൻ പാടില്ല എപ്പോഴും. എന്താണ് ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ളത് നോക്കാം. ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്, നമ്മൾ ബോധപൂർവം ഒന്ന് നമ്മൾ മനോനിറവോടുകൂടി ഇന്റർനെറ്റ് കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ, അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് നാം ഇപ്പോ ഈ സ്ഥിതിയിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? അസസ് യുവർ ഡിജിറ്റൽ വേൾഡ് ആൻഡ് ബിഹേവിയർ. നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഓരോ യന്ത്ര സാമഗ്രികളും, അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് എന്ന് പറയുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഓരോന്നിലും നാം എങ്ങനെയാണ് പെരുമാറുന്നത്, അവയോടുള്ള നമ്മുടെ സമീപനം എന്താണ്? നമ്മൾ എപ്പോഴൊക്കെയാണ് നമ്മുടെ ഫോൺ നമ്മുടെ കയ്യിലിരിക്കുന്നത്? ഈവൻ ഉറങ്ങാൻ പോകുമ്പോൾ പോലും നമ്മുടെ തലയിലെടുത്ത് ഫോൺ വയ്ക്കും. അത് തീർച്ചയായിട്ടും തെറ്റാണെന്നും റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള റേസ് വരുന്നതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ വി യൂസ് ടു ദാറ്റ്, അല്ലെ? അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? അതൊക്കെ ഒരു നമ്മുടെ ബിഹേവിയറൽ പാറ്റേൺ ആയി മാറിക്കഴിഞ്ഞു. ആ പാറ്റേണിൽ നിന്ന് മാറുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും ആദ്യം അങ്ങനെ ഒരു പാറ്റേണിൽ നിന്ന് മാറണം, ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ബോധവാനാകണം. അതുകൊണ്ടാണ് വി നീഡ് ടു റിയലൈസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് വെയർ വി സ്റ്റാൻഡ് ടുഡേ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം എന്നുള്ളത്. രണ്ടാമത്തത്, എസ്റ്റാബ്ലിഷ് ഡിജിറ്റൽ ബൗണ്ടറീസ്. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വീടിന് ചുറ്റും നമ്മൾ മതിൽ കെട്ടി എല്ലാം ബന്ധോസാക്കി വെക്കുന്നു, അല്ലെ? അതുപോലെ തന്നെയാണ് ഡിജിറ്റൽ വേൾഡിൽ, ഓൺലൈൻ വേൾഡിൽ നമുക്ക് ബൗണ്ടറീസ് കിട്ടേണ്ടതായിട്ടുണ്ട്. ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ അതിർവരമ്പുകൾ എന്ന് പറയുമ്പോൾ, സേ ഫോർ എക്സാമ്പിൾ മൊബൈൽ ഫോൺ ആവശ്യത്തിന് ഉപയോഗിക്കുക. ഞാൻ എന്റെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് സംസാരിക്കാനും മെസ്സേജസ് അയക്കാനുമാണ് എന്ന് നമ്മൾ കരുതുക. അങ്ങനെ അങ്ങ് തീരുമാനിക്കുക. അതൊരു അതിർവരമ്പാണ്, ഒരു ഫെൻസിങ് ആണ്, അല്ലെ? അല്ലാതെ ഞാൻ എന്താണ് ഏത് സമയവും യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ മെസ്സേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക, ട്രോൾസ് കാണുക, ഇതല്ല ഞാൻ എന്റെ മൊബൈൽ ഫോൺ കൊണ്ട് ഉപയോഗിക്കുന്നുള്ള സ്വയം തീരുമാനിക്കുക. ഇതൊക്കെ ഓരോരുത്തരും അവനവൻ തീരുമാനിച്ചാൽ മാത്രമേ സംഗതി നടക്കൂ. അപ്പൊ എന്താണ് അവരവർക്ക് ആവശ്യം എന്നുള്ളത് അവരവർ തീരുമാനിക്കുക. പിന്നെ വേണ്ടത്, ഡീക്ലട്ടർ യുവർ ഡിജിറ്റൽ സ്പേസ്. അപ്പൊ ഞാൻ പറയാം, എന്റെ ഒരു ബാഡ് സ്വഭാവം ഞാൻ പറയാം. ഞാനൊരു മിനിമം ഒരു 3 ബ്രൗസർ എങ്കിലും തുറന്നു വയ്ക്കും. ആ 3 ബ്രൗസറിലും മിനിമം ഒരു 6-7 ടാബ്സ് എങ്കിലും ഓപ്പൺ ആയിരിക്കും. ഇത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പലപ്പോഴും പല ലിങ്കിലേക്ക് ചാടി പോയിട്ട് അത് വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അത് അവിടെ ഇരിക്കട്ടെ, പിന്നെ വായിക്കാം എന്നുള്ളതാണ്. പിന്നെ വായിക്കില്ല. പലപ്പോഴും ഇതെല്ലാം അവസാനം ഞാൻ ക്ലോസ് ചെയ്ത് പോയിട്ടുള്ള അനുഭവങ്ങൾ എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നതാണ്. ഐ അഡ്മിറ്റ് ദാറ്റ്. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും സ്വയം നമ്മൾ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ ഡിജിറ്റൽ സ്പേസ് ഡീക്ലട്ടറിങ്. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ഈ ഫ്രീമിയം എക്കോണമി എന്ന് പറയും, അല്ലെ? ഏതും ഫ്രീ ആയിട്ട് കിട്ടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ചാടി വീഴുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വഭാവമാണ്. അപ്പൊ ഒരു സേ ഫോർ എക്സാമ്പിൾ, നമ്മളിങ്ങനെ എന്താണ് ലിങ്കിൽ ചാടി പോയിട്ട് ഒരു നാനോ ടെക്നോളജി, ഞാൻ സയൻസുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, നാനോ ടെക്നോളജിയെ കുറിച്ച് പറയുന്ന ഒരു വെബ്സൈറ്റിൽ, അപ്പൊ അവിടെ അവർ പറയുകയാണ്, ആ വെബ്സൈറ്റിൽ നിന്ന് ആർട്ടിക്കിൾ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അവരുടെ ഇമെയിൽ ലിസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നാനോ ടെക്നോളജിയെ കുറിച്ചിട്ടുള്ള ഒരു ബുക്ക്ലെറ്റ് കിട്ടും. ഉടനെ ഞാൻ ചാടി കയറി സബ്സ്ക്രൈബ് ചെയ്യും.
ഇവരെ ദിവസവും ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ മിക്കവാറും എല്ലാ ദിവസവും തന്നെ ഏതെങ്കിലും ഒരു മെയിൽ അയച്ചു. ഇതുകൊണ്ട് കുമിഞ്ഞു കൂടുന്നത് എന്റെ ഇമെയിൽ ബോക്സ് ആണ്. ഞാൻ ഈ മെയിൽ തുറക്കാൻ പോകുന്നില്ല, ഞാൻ ഒരിക്കലും നോക്കില്ല. ഇതുമാതിരി നമ്മൾ ഓരോരുത്തരും തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ പറ്റും ആയിരക്കണക്കിന് നൂറുകണക്കിന് മെയിലുകൾ കുന്നുകൂടി കിടക്കുന്ന ഇമെയിൽ ബോക്സസ് ആണ് നമ്മുടെതെല്ലാം. അപ്പൊ ഡീക്ലറ്ററിംഗ് ഒരു ഡിജിറ്റൽ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഗാഡ്ജറ്റ്സിൽ നിന്നും നമുക്ക് അനാവശ്യമായിട്ടുള്ള, അതുപോലെ ആപ്പുകൾ, ആവശ്യമില്ലാത്ത ആപ്പുകൾ ഒരുപാട് ഇറക്കി വെച്ചിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓരോ ആപ്പ് നമ്മൾ എപ്പോഴാണ് ലാസ്റ്റ് യൂസ് ചെയ്യുന്നുള്ളത് നോക്കും. ആവശ്യമില്ലാത്തത് തന്നെ എല്ലാം ഡിലീറ്റ് ചെയ്യുക. ഡിജിറ്റൽ സ്പേസ് തിന്നുന്നത് മാത്രമല്ല, നമ്മുടെ സമയവും അറ്റൻഷനും കൂടെ കാണുന്നു തിന്നിരുന്നു. അതുപോലെ ഇൻസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ എല്ലായിടത്തും ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ലോകത്തുള്ള ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്ത ഉടനെ നമ്മുടെ സ്ക്രീനിൽ തെളിഞ്ഞു ഉടനെ അതിന്റെ പിന്നാലെ ആയി പോകും. ഫേസ്ബുക്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് അയാൾ എന്തെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ പോളിറ്റിക്സിൽ എന്തെങ്കിലും പറഞ്ഞു, ഉടനെ നമ്മൾ അതിന്റെ പിന്നാലെയായി. അപ്പൊ ഇത്തരത്തിൽ ഇത് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യണം, നമ്മുടെ അറ്റൻഷനെ ഡിസ്ട്രാക്ട് ചെയ്യുകയാണ്. ആ അറ്റൻഷനെ നമ്മൾ തിരിച്ചു പിടിച്ചുകൊണ്ട് വരിക എന്നുള്ളത് ചെറിയൊരു ഏർപ്പാടൊന്നുമല്ല, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഡിജിറ്റൽ ഫാസ്റ്റിംഗ് ഉപവാസം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, അല്ലെ? ആഴ്ചയിൽ ഒരിക്കൽ ഉപവാസം നടത്തുക എന്നുള്ളത്. അപ്പൊ അതുപോലെ ഡിജിറ്റൽ ഫാസ്റ്റിംഗ്, ഒരു ദിവസം നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ 2 മണിക്കൂർ ഉപയോഗിക്കുന്നില്ല എന്ന് സ്വയം തീരുമാനിക്കുക. അതുപോലെ ഓവർകം ഫോമോ ആൻഡ് എംബ്രേസ് ജോമോ. എന്താണ് ഫോമോ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ആൻഡ് ജോമോ മീൻസ് ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ട്. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ടിൽ നിന്നും ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ടിലേക്ക് നീങ്ങുക. നമ്മളിപ്പോ ഇന്റർനെറ്റിൽ നിന്നും ഇപ്പൊ ഈയിടയ്ക്ക് ഇന്റർനെറ്റിന്റെ ഒരു ബ്ലാക്ക് ഔട്ട് ഉണ്ടായി. ആ ബ്ലാക്ക് ഔട്ടിൽ ബിസിനസ്സുകാർക്ക് കോടിക്കണക്കിന് രൂപ നഷ്ടമായി. ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? ഓഫ്കോഴ്സ് എന്തെങ്കിലും ഓൺലൈൻ ബിസിനസ് നടത്തുന്നവർക്ക് ചിലപ്പോൾ കുറച്ച് നേരത്തേക്ക് അവരുടെ അഡ്വർടൈസ്മെന്റും അവരുടെ വെബ്സൈറ്റ്സും ഡൗൺ ആയി കാണാം. ദാറ്റ് ഇസ് ദയർ. ബട്ട് മോർ ദാൻ ദാറ്റ്, നമ്മളുടെ ഒരു മനസ്സിന്റെ ഒരു പ്രകൃതം എന്ന് പറയുന്നത്, നമ്മൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഇന്റർനെറ്റുമായിട്ട് നമ്മൾ ഡിസ്കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ, അയ്യോ ഇന്റർനെറ്റ് കണക്ഷൻ പോയല്ലോ, എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് 100,000 പേരെ വിളിക്കുന്നു, സർവീസ് പ്രൊവൈഡറെ വിളിക്കുന്നു, അവരെ വിളിക്കുന്നു, അപ്പുറത്തെ വീട്ടിലുണ്ടോ എന്ന് നോക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു, അല്ലെ? അപ്പൊ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, ഡിസ്കണക്റ്റഡ് ആയി പോകുന്നു എന്നുള്ളൊരു പേടി, ആ ഒരു അറ്റൻഷൻ, നേരത്തെ പറഞ്ഞ അറ്റൻഷൻ ഇക്കോണമിയുടെ ഒരു പ്രതിഫലനമാണ് അത്, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അവിടെ നിന്നും ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ടിൽ നിന്നും ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ടിലേക്ക് പോവുക. എന്താണ് ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ? ഒന്നും നഷ്ടപ്പെടാനില്ല. നമ്മൾ ഈ ലോകത്ത് ഇല്ലാതായി കഴിഞ്ഞാൽ പോലും ഈ ലോകം ഇങ്ങനെയൊക്കെ തന്നെ പോകും. അതിൽ പരം വലുതൊന്നും ഇല്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഇന്റർനെറ്റിൽ നിന്ന് 1/2 മണിക്കൂർ പോയി, അല്ലെങ്കിൽ 1 മണിക്കൂർ പോയി, അല്ലെങ്കിൽ 10 ദിവസം പോയി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പഴയതുപോലെ കാര്യങ്ങളെല്ലാം നടക്കും. നമ്മൾക്ക് കുറച്ചും കൂടെ പ്രൊഡക്ടിവിറ്റി കൂടും. എന്തുകൊണ്ടാണ്? നമ്മുടെ മൈൻഡിന്റെ ഡിസ്ട്രാക്ഷൻസ് കുറഞ്ഞു, നാം കാംനെസ്സിലേക്ക് കൂടുതൽ വന്നു. കാംനെസ് ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും. സമാധാനത്തോടു കൂടി ഇരുന്ന് ചിന്തിക്കുക. അതുപോലെ തന്നെ ഈ ജിയോഗ്രഫിക്കൽ ബാരിയേഴ്സ് ഇല്ലാതാക്കുന്നതാണ് ഓൺലൈൻ വേൾഡ് എന്ന് പറയുന്നത്, അല്ലെ? അതുപോലെ നമ്മളുടെ ഒരു കോണ്ടെക്സ്റ്റുവൽ റെഫറൻസസ് നമുക്ക് നഷ്ടമാകുന്നു ഓൺലൈൻ വേൾഡിലാകുമ്പോഴത്തേക്ക്. കോണ്ടെക്സ്റ്റുവൽ റെഫറൻസ് എന്ന് പറയുന്നത്, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, ഞാൻ പാർക്കിലേക്ക് പോകുന്നത് എന്തിനാണ്? ഞാൻ പാർക്കിലേക്ക് പോകുന്നത് 1 പ്രകൃതി ആസ്വദിക്കാൻ, 2 ശുദ്ധവായു ശ്വസിക്കാൻ, 3 നടക്കാനും മറ്റുള്ളവരെ കാണാനുമില്ല. നേരെ മറിച്ച് ഇന്റർനെറ്റിലാണെങ്കിലോ, ഇന്റർനെറ്റിൽ ഇത്തരത്തിലുള്ള ബാരിയേഴ്സ് ഒന്നുമില്ല. ഇത്തരത്തിലുള്ള ബാരിയേഴ്സ് ഇല്ലാന്ന് പറഞ്ഞാൽ ലേണിങ്ങിന് കയറുന്ന ഞാൻ ഫൺ വേൾഡിലേക്ക് പോയി, ഗെയിം വേൾഡിലേക്ക്, സെർച്ച് ചെയ്യാൻ പോയ ഞാൻ വേറെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ചെന്ന് അവസാനിക്കും. അപ്പൊ ഇതെല്ലാം തന്നെ ഇതിന്റെ ബുദ്ധിമുട്ടുകളാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് പോയിന്റ്സ് ആണെന്നുള്ളത് നമ്മൾ എപ്പോഴും ബോധവാനായിട്ടിരിക്കും. ഇത്രയുമാണ് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ഉന്നമനം, അല്ലെങ്കിൽ നമ്മുടെ ആഗമനത്തിലുള്ള പുരോഗതിയാണ് നമ്മൾ ലക്ഷ്യമിടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ടെക്ഫുൾനെസ് ആകേണ്ടതിന്റെ അത്യാവശ്യം എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ബീങ് മൈൻഡ്ഫുൾ അബൌട്ട് അവർ ടെക്നോളജി. താങ്ക് യു വെരി മച്ച്. നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം.